ബംഗാളി ആക്രമണത്തെക്കുറിച്ചുള്ള എന്റെ ഊഹാപോഹങ്ങളാണിത്. ഓ, ഇത് കുറെ ഉണ്ടല്ലോ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നീ ഇവിടെ രക്ഷപ്പെട്ടു പോലെ എന്തായി ബന്ധോ? എല്ലാം ബന്ധെന്ന് പറ. കുറച്ചുകൂടെ നെയ്യ് ഉരുകാനുണ്ട്. അയ്യോ, ഇനി ഉരുകാൻ ആത്മാവ് മാത്രമേ ഉള്ളേ. മതിയല്ലോ മതി. എടാ, ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന്ന് ഇങ്ങനെ പറഞ്ഞു. ഇന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ശിവനേ, ചക്കപ്പൂഞ്ഞ് പോലുള്ള ചങ്കൊക്കെ ഇത്രയേ ഉള്ളൂ കുഞ്ഞെ. എന്നോട് ചിഹ്നം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ചങ്ക് വേണം. എണീറ്റേക്കാനാവുമ്പോ നിന്നോട് ഞങ്ങൾ വരാൻ പറയണില്ല. കാരണം ഇനി നീ അനങ്ങൂല കേട്ടോ. ആ, ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. താൻ ചത്തില്ലല്ലേ? ഇല്ല. ചാവൂല. അവന്റെ പാട്ടന്മാരാരും ഒറ്റ വെട്ടിന് ചാവൂല. ഇഞ്ചിഞ്ചായ ചാവൂ. താനിപ്പോ എത്ര ഇഞ്ച് ചത്തു? എനിക്ക് ഇഞ്ചല്ല, അടിക്കണക്കാ. ഓഹോ, അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഉലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചില്ലേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പടച്ചോനെ, പിന്നെ ഈ പാവപ്പെട്ട കള്ളക്കാരനാണ് ഈ ഭാര്യ കോരി തരണ്ടല്ലോ അനുഗ്രഹം. അല്ലാഹു. ഇനിയും മുഖം മൂടികൾ കൂട്ടം കൂട്ടമായി വന്ന് ഇളയപ്പനെ മുഴുവനായി കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഇപ്പൊ മുഖം മൂടികളുടെ സീസണാ. ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വൻ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാനാണ് ഈ കഥയിലെ ഹീറോ. ഇപ്പൊ കണ്ടതാണ് ഹീറോയിസം, നല്ല കട്ട ഹീറോയിസം. ഈ അഴിഞ്ഞാട്ടം കേട്ടിട്ടല്ലേ ഉള്ളൂ. നേരിട്ട് കണ്ടോ? വരുന്നുണ്ട് ഞാൻ തന്നെ കാണാൻ. അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ലടോ. ഇനി കളി എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഒരു കോച്ചിന്റെ ഫീസ് വാങ്ങാതെ തന്നെ പഠിപ്പിക്കാം. പഠിപ്പിച്ചിട്ടേ ഞാൻ കൊച്ചി വിടൂ. അധീര കൊടുമുടികളുടെ കൊമ്പൊടിക്കുന്നത് നിർത്തി ഇനി അടിയോടെ സർവനാശം നടത്തും. നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളായിരിക്കും. എനിക്ക് പ്രതികാരം ചെയ്യണം. ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണെന്ന് എനിക്ക് ഓളമെന്ന് തെളിയിക്കണം. എന്റെ മുന്നിലോട്ട് വേണം. ഇനി എന്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാം. ആയിക്കോട്ടെ, തൽക്കാലം ഈ അയ്യപ്പൻ കോശി സീസൺ ഒന്ന് കഴിഞ്ഞോട്ടെ. അടുത്ത സീസൺ നമ്മൾ തമ്മിലാവാം. നിനക്കും നല്ല തിരക്കുണ്ടെങ്കിൽ വേഗം ഇറങ്ങിപ്പോക്കോളൂ. ഒരു തിരക്കില്ല. അപ്പൊ പിന്നെ ഇറങ്ങിപ്പോകുന്നല്ലേ നല്ലത്. ശരിയെന്നാ. ജസ്റ്റ് ഫോളോ മീ. ഫോളോ മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്തേക്കാം.